ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കൊണ്ടുവരും, നാളെ കൊണ്ടുവരും, മറ്റന്നാൾ കൊണ്ടുവരും എന്ന് പറയുന്ന ഒരാളില്ലേ? ആരാ ആ ആളെ ഞാൻ ഇന്നൊന്ന് കൊണ്ടുവന്നാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. എങ്ങനെ ആയിരിക്കും നിങ്ങളുടെ എക്സ്പ്രഷൻ? എന്തായിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ച ആളായിരിക്കുമോ അല്ലയോ എന്നൊക്കെ ഉള്ള ഓരോരോ ടെൻഷന് നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാം. എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അതൊരു ക്യൂരിയോസിറ്റി ആയിരിക്കും, ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട്. എന്നാലോ എൻ്റെ എനിമികൾക്കോ ഇതേവനാണ്, അവനെന്ന് കിട്ടണം, എന്നിട്ട് വേണം അവിടുന്ന് അങ്ങോട്ട് അവനെയും കൂട്ടി നെഗറ്റീവ് പറയാൻ എന്ന് ചിന്തിച്ച് നിൽക്കുന്ന എനിമികളും എന്നെ സ്നേഹിക്കുന്ന ആളും, ഈ രണ്ടാൾക്കാർക്കും വേണ്ടിയിട്ട് ഞാൻ ദേ ആ ആളിനെ എന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവുകയാണ്. ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം. എന്നെ ഇങ്ങനെ ആവശ്യത്തിലധികം എയറിൽ കയറ്റുന്നുണ്ടല്ലോ, അതിനെ ദയവ് ചെയ്ത് എയറിൽ കയറ്റരുതെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് മാണേ കയറ്റിക്കോളി. മറുപടി എന്തെങ്കിലും കിട്ടിയാൽ മിണ്ടാതെ വാ അടയ്ക്കാതെ വീട്ടിൽ പോകാനുള്ള ആ ഒരു മനസ്സും കൂടിയും നിങ്ങൾക്ക് ഉണ്ടായാൽ കൊള്ളാം. അപ്പം ഇത്രയൊക്കെ ഹൈപ്പ് തന്നിട്ട്, ഇത്രയൊക്കെ ഇത് കൊടുത്തിട്ട് ഞാൻ ആരെയാണ് ഞാൻ ഈ സ്ക്രീനിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതെന്നല്ലേ? അതേ ഒരാളെ കൊണ്ടുവരാൻ പോവുകയാണ്. പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിന്തിച്ചതിന് ശേഷം ഇത് ശരിയാണോ അല്ലയോ എന്നൊക്കെ കാരണം എല്ലാവർക്കും അറിയാം, ഞാൻ ഒരാളെ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും അവരും ഞാനും തമ്മിൽ അഭിഹിതമായി, അവരെൻ്റെ ജാരനായി എന്നൊക്കെ ഉള്ളത് നമ്മൾ കേൾക്കും. അതൊക്കെ ചിലപ്പോൾ എനിക്ക് കേൾക്കാൻ ചാൻസ് ഉണ്ട്. കേൾക്കുമ്പോൾ ഒരുപാട് വേദന എനിക്ക് വരും. എന്നാൽ പോലും ഇത് ഞങ്ങൾക്ക് കേട്ടിട്ടുണ്ടേ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്നാൽ പോലും വേദനയും വിഷമവും ഒക്കെ മാറ്റി നിർത്തിയിട്ട് ആ ഒരു ആളെ പല തിരക്കുകളിൽ നിന്നും മോചിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങ് കൊണ്ടുവരികയാണ്. അപ്പോൾ ആളെ നമുക്ക് ഇങ്ങോട്ട് വിളിച്ചാലോ? അതെ, ആളെ വിളിച്ച് കണ്ടിട്ട് ആളോട് തന്നെ പേരും, എവിടെയാ സ്ഥലവും, പോസ്റ്റ് ഓഫീസും, ആധാർ നമ്പറും ഒക്കെ നമുക്ക് മേടിച്ചെടുക്കാം. കാരണം നിങ്ങൾക്ക് കമന്റ് ഇടാനുള്ളല്ലേ. അപ്പൊ സെറ്റ് അല്ലേ? നിങ്ങൾ ഓക്കെ അല്ലേ? വാ ബ്രോ. ഇതാണ് ആള്. നീ ആരാ? ഞാൻ തന്നെ. എന്നാലും നീ ആരാ? ഇതാണ് എന്നോട് സ്വന്തം സൺ. നിങ്ങളൊക്കെ എന്താ വിചാരിച്ചേ? സലീം ആയിരിക്കുന്നോ, സൺ ആയിരിക്കുന്നു? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും എനിക്ക് 1-2 കമൻറ്റുകൾ വരാറുണ്ട്, അത് അവളുടെ ഭർത്താവായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഭർത്താവല്ല. ഇതിന് മാത്രം തിരക്കെന്താന്നുള്ളൊന്ന് പറഞ്ഞെടുത്തേ. എക്സാമാണ്. അപ്പോൾ ഇവനെ ഞാൻ സ്ക്രീനിൽ കൊണ്ടുവരണം എന്ന് വിചാരിച്ചു. പിള്ളേരെ പൊതുവെ ഞാൻ സ്ക്രീനിലേക്ക് കൊണ്ടുവരാറില്ലായിരുന്നു. പക്ഷെ ആള് കുറച്ചൊന്ന് ഏജ് ആയപ്പം ഞാൻ കരുതി, എന്തിനേ, ആരെ പേടിക്കാനേ, നിങ്ങൾക്ക് കമൻ്റ് ഇടാൻ ഒരാളെയും കൂടിയും. പക്ഷെ ഇവനെ നിങ്ങൾ നെഗറ്റീവ് ആക്കി എടുക്കൂലെന്ന് എനിക്ക് അറിയാമെന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ രണ്ടാളോട് ഒരു ഡാൻസ് കളിച്ചപ്പോഴേക്കും അതിന് വളരെ നെഗറ്റീവായിട്ട് എന്തിനെൻ്റെ ജാരനാക്കിയിട്ടാണ് ഒരുത്തൻ കമൻ്റ് ഇട്ടത്. അങ്ങനെയുള്ള ആൾക്കാരും നിലവിലുണ്ടാവും. അപ്പം നമ്മൾ നല്ലതിനെയും മോശത്തിനെയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മോനെ, ചിലപ്പോൾ നെഗറ്റീവ് ഉണ്ടാവും, ചിലപ്പോൾ പോസിറ്റീവ് ഉണ്ടാവും, ചിലപ്പോൾ പൂര തെറി ഉണ്ടാവും. ഒന്നിനും പ്രതികരിക്കരുത്. അവർ ചെയ്യും പോലെ നമ്മളും ചെയ്താൽ അവരും നമ്മളും തമ്മിൽ ഈക്വലായി പോവും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ഡ്യൂട്ടി എന്തോ, നമ്മളെ സ്നേഹിക്കാനും നമ്മളെ ഇഷ്ടപ്പെടാനും ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുക? പറയടോ. ഓരോരോ വീഡിയോസ് ഇടുക. ആള് സംസാരിച്ച് സ്ക്രീനിന് മുമ്പ് ഫസ്റ്റ് ടൈം അല്ലേ, ഇനി അങ്ങ് റെഡിയായി വരും. ഇനി എൻ്റെ തലേ കയറി തിരുവാതിര കളിക്കുന്നത് നിങ്ങൾക്കൊക്കെ കാണണ്ടേ? എന്നെ ഇവിടുന്ന് പൊങ്കാലിടാറാണ് പതിവ്. പറയടോ, എന്റെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് പറഞ്ഞോട്. അങ്ങനെ ഡീറ്റെയിൽ അല്ല. നീ എന്ത് പഠിക്കുന്നു? എന്തിന് പഠിക്കുന്നു? പഠിക്കുന്നു.
എക്സാമാണ്. നേരത്തെ 10ലേക്ക് എത്തുമായിരിക്കും. താണ്ടൊന്നുമില്ല, എത്തും. ഇല്ല, മതിൽ ചാടിയിട്ടെങ്കിലും അപ്പുറത്തെ ക്ലാസ് പോവും. പോവും. അപ്പോൾ 10ലേക്കാണ്. 16 വയസ്സായി. പോസ്റ്റ് ഓഫീസ് കുറങ്ങാടില്ലേ. പോസ്റ്റ് ഓഫീസ് കുറങ്ങാട് അഡ്രസ് വിളിയിരിക്കുന്നത്. ഇതെന്തിനാ പോസ്റ്റ് ഓഫീസൊക്കെ പറഞ്ഞെടുത്തേ? അല്ല, പോസ്റ്റ് ഓഫീസ് ആധാർ നമ്പർ കമന്റ് ഇടണ്ടില്ലേ? ഓ അങ്ങനെ പോസ്റ്റ് ഓഫീസ് ആധാർ നമ്പറൊക്കെ കൊടുക്കുന്നത് കമന്റ് ഇടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും 16 വയസ്സുകാരി എങ്ങനെയാ 9ാം ക്ലാസ്സിൽ ആയിപ്പോയതെന്ന്. ഇവൻ പഠിച്ചതൊക്കെ CBSE സിലബസ് ആയിരുന്നു. അപ്പം കേരള സിലബസിലേക്ക് മാറ്റം ചെയ്ത സമയത്ത് മലയാളം ഒട്ടും അറിയില്ല, മാതൃഭാഷ അറിയാത്ത ഒരു കുട്ടിയായിരുന്നു ഇത്. ഇപ്പൊ ഒന്നും അറിയില്ല. അന്നപ്പോ മലയാളം മാത്രമേ അറിയാത്തുള്ളൂ, ഇപ്പൊ ഒന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു വർഷം ഗവൺമെൻറ് സ്കൂളിൽ ഇരുത്തിക്കാഞ്ഞതാ. ഒരു ക്ലാസ് തന്നെ 2 പ്രാവശ്യം പഠിപ്പിച്ചു. അങ്ങനെയാണ് ഇവന് ഇങ്ങനെ 2 ക്ലാസ്സിൽ ഒരു വർഷം 2 ക്ലാസ്സായി പോയത്. അപ്പം ആക്കിയത് അന്നോന് ബുദ്ധിമുട്ട് വിവരം ഉണ്ടായി അവൻ്റെ തലയടിച്ച് പൊട്ടിച്ചേനെ. ഇന്നോനതില്ലാത്തത് കൊണ്ട് ഖേദിക്കുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ കമ്പനിക്കാരൊക്കെ 10ാം ക്ലാസ്സിലെത്തി, മാത്രം 9ാം ക്ലാസ്സിലെത്തി. തോറ്റൂറി. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ തോറ്റോൽക്ക് പറയുന്ന പേരാണത്. അപ്പം അങ്ങനെയാണ്. ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് മക്കളെ കാണിച്ചു തരുമോ, മക്കളെ കാണിച്ചു തരുമോ. എനിക്ക് ഈ ഒരു മുതൽ മാത്രമല്ല കേട്ടോ ഉള്ളത്, വേറൊരു അണ്ണാച്ചി കൂടി ഉണ്ട്. പക്ഷെ ആ അണ്ണാച്ചിനെ ഞങ്ങൾ കൊണ്ടുവരില്ല. കാരണം ഇവനൊരു ആൺകുട്ടിയാണ്, ഇവൻ എന്തും ഇഗ്നോർ ചെയ്യാനുള്ള മനസ്സുണ്ട്. പക്ഷേ ഞങ്ങളുടെ കൂടെ ഉള്ളത് ബാക്കിയുള്ളത് ഇട്ടാക്കുട്ടി ഇംഗ്ലീഷ് മുട്ടയാണ്. ഇപ്പോഴേ ഞങ്ങളാരെങ്കിലും ഒന്ന് മുഖം കറുപ്പിച്ചു എന്ന് പറഞ്ഞ് മുഖം കറുപ്പിച്ച് എന്ന് പറഞ്ഞ് കരയുന്ന ഒരാളാണ് ഞങ്ങളുടെ മോള്. അപ്പം ഇവനൊരു അനിയത്തിയാണുള്ളത്. അവള് എന്തെങ്കിലും നിസ്സാര കാര്യം കിട്ടുമ്പോൾക്ക് കരയുന്ന ഒരാളാണ്. അപ്പോൾ കൂട്ടുകാരികളെ ഞാൻ പറഞ്ഞാൽ മതി, നിൻ്റെ ഒരു വീഡിയോൻ്റെതായ ഒരാൾ കമൻ്റ് ഇട്ടിക്കല്ലോ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം അവളുടേത് പോയി. എന്തിനാ വെറുതെ നമ്മളത് ചെയ്യിക്കുന്നത്? അതുകൊണ്ട് അവളെ നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട. പോരാതിന് പെൺകുട്ടികളാണ്, പെൺകുട്ടികൾക്ക് പല പല കമൻറ്റുകളും ഇടാൻ ഇഷ്ടം പോലെ ഞരമ്പന്മാരുണ്ടാവും. പക്ഷെ ഇവൻ എന്നതാടാ കൊച്ചേ പറയങ്ങോട്ട്. ഫ്ലോ കിട്ടുന്നില്ല. ഫ്ലോ കിട്ടി തുടങ്ങണം. ഹലോ ഗായ്സ്, പേര് തിരിപ്പോയി. ലെൻഷാൻ എന്നാണ് പേര്. സഞ്ജു എന്ന് വിളിക്കും. നിങ്ങൾക്ക് തെറിയൊഴിക എന്തും വിളിക്കാം. അപ്പോൾ ഇതാണ് മക്കളെ എൻ്റെ മകന്, എന്നോളമുള്ള എൻ്റെ മോന്. ആദ്യമൊക്കെ ഞാൻ കഴിഞ്ഞ ബർത്ത്ഡേക്ക് പറഞ്ഞിട്ടുണ്ട്, സ്കൂൾ പഠനകാലത്ത് ഞങ്ങളുടെ കൂട്ടുകാരികളിൽ ഞങ്ങൾ നാട്ടിലുള്ള ഒരു സെറ്റ് ഉണ്ടാവുമല്ലോ, ആ സെറ്റുകളിൽ നിന്നും ഫസ്റ്റ് കല്യാണം കഴിഞ്ഞത് എൻ്റേതാണ്. അവരുടേതൊക്കെ കല്യാണം കഴിയാൻ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ അവിടെ സ്ത്രീധനത്തിൻ്റെ പ്രശ്നങ്ങൾ, കുട്ടിക്ക് മൊഞ്ച് കൂടുതൽ, എനിക്ക് കുറച്ച് മൊഞ്ചുള്ളതുകൊണ്ട് ഞാൻ കെട്ടിച്ചു കിട്ടും, മൊഞ്ച് കൂടുതൽ, അങ്ങനത്തെ കുറേ വിഷയങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പം എൻ്റെ വിവാഹം കഴിഞ്ഞ് ഒരു 2 വർഷം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് ഇവരുടെയൊക്കെ വിവാഹം കഴിഞ്ഞത്. അത്രേ ഗ്യാപ്പുള്ളൂ കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഒരു 10 കൊല്ലം 15 കൊല്ലം, അതല്ല, 1 വർഷം 2 വർഷമൊക്കെ ഗ്യാപ്പായിട്ടുള്ളൂ. അപ്പം എനിക്ക് വിവാഹം കഴിഞ്ഞ് 1 വർഷം 1 വർഷം 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എൻ്റെ കല്യാണം ജനുവരി 9-നായിരുന്നു. ഇവൻ്റെ ജനനം ഫെബ്രുവരി 10-നായിരുന്നു. അപ്പോൾ 1 വർഷവും 1 മാസവും കഴിഞ്ഞപ്പം ഫെബ്രുവരി 26-നായിരുന്നു. സോറി ബ്രോ. അന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ കയ്യിലൊരു കുഞ്ഞുവാവ വരികയല്ലേ, ശരിക്കും ഷോക്കായി പോയിട്ടോ, എന്ത് ചെയ്യുന്നുള്ളേ. പിന്നെ കൂട്ടുകാരികളൊക്കെ ഒരു കളിയാക്കലുണ്ടല്ലോ, ജസ്നെ നിനക്ക് ഇത്ര ചെറുപ്രായത്തിൽ ഇങ്ങനത്തെ ഒരു ഭംഗിയില്ലാത്തൊരു മോനോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു ഒരു എന്താ പറയുക,
ഇപ്പോൾ പറയലുണ്ടല്ലോ ഈ ഡെലിവറി കഴിഞ്ഞവർക്ക് ഇന്ന അസുഖം ഇതുണ്ട്, അതുണ്ട്, ഇതുണ്ട്, മറ്റേതുണ്ട് എന്നൊക്കെ പറയലുണ്ടല്ലോ. അതേപോലെയൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. മെൻ്റലി ഞാൻ ആകെ ഡൗൺ ആയിരുന്നു. പക്ഷേ അന്ന് ഞാൻ കുറേ വേദനിച്ചു കേട്ടോ, ഈ ഒരു കുരുപ്പിന് എൻ്റെ കയ്യിൽ കിട്ടിയ സമയത്ത്. പക്ഷേ ഇപ്പം പ്രൗഡ് മദർ. കാരണം കഴിഞ്ഞ ദിവസം കൂടി പുറത്ത് പോകുന്ന സമയത്ത് ചോദിച്ചതെന്താ, ജസ്റ്റ് ബ്രദറും സിസ്റ്ററും ആണോ എന്ന്. നല്ല മക്കളാ, സ്കൂളിൽ തന്നെ കൊണ്ടുപോകില്ല അമ്മ, സ്കൂളിൻ്റെ കോമ്പൗണ്ട് കയറരുത് എന്നാണ് എൻ്റെ ഓർഡർ. എല്ലാവരും പറയും ലഞ്ചാനെ ചേച്ചി വരുന്നുണ്ടടാ. ചെയ്യാനാണ്, എന്ത് ചെയ്യാനാണ്, ഉമ്മക്ക് ഇത്തിരി സൗന്ദര്യം കൂടി പോയത് കൊണ്ട്. അതല്ല പ്രശ്നം. ചുമ്മക്ക് കുറച്ചുകൂടി സൗന്ദര്യം ഉണ്ടാവുന്നു. അപ്പൊ ചേച്ചിക്ക് സൗന്ദര്യല്ലേ? ചേച്ചിക്ക് സൗന്ദര്യല്ലേ? അപ്പൊ സ്കൂളിൽ എല്ലാവരുടെയും വിചാരം ഞാൻ ഇവന്റെ ചേച്ചിയായിരുന്നു എന്നാ. അത് പിന്നെ മാറ്റി മാറ്റി ഇവന് ചേച്ചി അല്ലടാ ഉമ്മ അങ്ങനെ പറഞ്ഞ് പുറത്ത് എവിടെ ഇറങ്ങുമ്പോൾ ചോദിക്കും ഞങ്ങള് എൻ്റെ ബ്രദറാണോ ഇവന്. എപ്പം പോയാലും രണ്ടാളെങ്കിലും മാച്ചും ചോദിക്കും ബ്രദറാണോ എന്നുള്ളത്. അപ്പം ഇവനും ഒരു ഷെയ്മേടാ, എനിക്കൊരു ഷെയ്മേടാ. എടേ ഇത് ബ്രദറല്ലടേ, എൻ്റെ മകനാടേ എന്ന് പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ രണ്ടാളും കൂടിയും ഒരു ഡാൻസ് കളിച്ചിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോൻ്റെ താഴെ വന്നൊരു കമൻ്റ് ഉണ്ട്, ഞാൻ മാസ്ക് ഇട്ടിട്ട് പുതിയ ആളെ ഇറക്കിയെന്ന്. ഒരു നമ്മുടെ വേറൊരു ചൊവ്വയിൽ സംസാരിക്കൂലേ അതേപോലെ. അയാൾക്കിട്ട് തിരിച്ച് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ തന്നോളം നമ്മുടെ മക്കൾ വളരുമ്പോൾ അത് നമ്മുടെ അവിഹിതങ്ങളായിട്ടല്ല മാറുക എന്നുള്ളത് ആ ചേട്ടനത് മനസ്സിലാവാഞ്ഞിട്ട്. ചേട്ടൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ്, ചേട്ടൻ്റെ മകളോ മകനോ ആ സ്ഥാനത്തെത്തുമ്പോൾ അവർ അവിഹിതങ്ങളായിട്ടാണ് മാറാറ്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ദിസ് ഈസ് മൈ സൺ. പ്രൗഡ് മമ്മിയാടോ ഞാൻ. 16 വയസ്സ് എന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം 26-ാം തീയതി 16 വയസ്സ് പൂർത്തിയായിട്ടുണ്ട്. ഇവൻ എൻ്റെ പകുതി വയസ്സ് ഇവനുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. പിന്നെ നമുക്കൊരു സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മൾ പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് സുഹൃത്തുക്കൾ എന്നൊക്കെ പറയുമ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ, ഇതൊന്നും വേണ്ട. ദേ മൈ ബെസ്റ്റ് ഫ്രണ്ട്. നമ്മളിവിടെ അങ്ങനെ അടിച്ചും പൊളിച്ചും ജീവിക്കാറാണ്. ഇതുവരെ നിങ്ങളെ മുമ്പിലേക്ക് ഇവനെ കൊണ്ടുവന്നിട്ടില്ല, ഇവൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചിട്ടില്ല. ഇനി അങ്ങോട്ട് എന്നെ മാത്രം പോരാ, ഇവനെയും സഹിക്കാം, ഇതിനെയും സഹിക്കാം. ഇതാണ് എൻ്റെ സൺ. ശിവനുണ്ടോ? എന്തേ പറ, എല്ലാവർക്കും സുഖാണോ അങ്കിൾ ആൻറ്റി എന്നൊക്കെ ചോദിക്കേ. ഒരു വലിയതിൽ ഞാൻ യൂട്യൂബ് ചാനൽ എടുക്കുന്നതിന് മുമ്പേ പറയായിരുന്നു, നമുക്ക് യൂട്യൂബ് ചാനൽ എടുക്കണേ എന്നൊക്കെ പറയായിരുന്നു. അപ്പൊ എൻ്റെ പ്ലാനാണ് എന്നിട്ട് കട്ടെടുത്തിട്ട് എന്നിട്ടേ ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയില്ല. അപ്പോൾ തുടങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഉമ്മ ഞാൻ എന്തെങ്കിലും ഇട്ടോളാം, നിങ്ങളൊന്നും തുടങ്ങി തന്നാൽ മതി, ഇമ്മനെങ്ങനെ വാച്ച് ചെയ്ത് എന്തെങ്കിലും ഇട്ടോളാം. പക്ഷേ നമുക്ക് പിന്നെ വേറെ ആരുമില്ല, വീഡിയോസിലേക്ക് ആരെയും കൊണ്ടുവരാറില്ലല്ലോ. അപ്പോൾ പിന്നെ വിചാരിച്ചു ഞാനും അരുണും ഞങ്ങൾ രണ്ടാളെയല്ലേ കാണല്. അംബാനിക്ക് ഭയങ്കര ബിസി. അപ്പോൾ അല്ലെങ്കിലോ അംബാനി എൻ്റെ വാപ്പനെ വിളിച്ചു വെക്കാന്ന് പറഞ്ഞീനു. അവൻ്റെ വാപ്പനെ അംബാനി വിളിച്ചു വെക്കാന്ന് പറഞ്ഞീനു. കാട്ടാക്കടയുള്ള റിസർവ് ബാങ്ക് നിങ്ങളുടേതാ? 2 ഒന്ന് ഇവൻ്റെ തന്തയുടേതാ. കാട്ടാക്കടയുള്ള റിസർവ് ബാങ്ക് കൊയിലാണ്ടി വരുന്നുണ്ട്. അത് വാപ്പൻ്റെ പെങ്ങളാണോടാ. അപ്പം അങ്ങനെയാണ്. എന്നിട്ട് ഇവനെ സ്ക്രീനിലേക്ക് കൊണ്ടുവരണം എന്ന് വിചാരിച്ചു. ഇനി ഞങ്ങൾക്ക് ഉള്ള പ്ലാൻ എന്താ വെച്ചാൽ, വീട്ടിലിങ്ങനെ ഒതുങ്ങി കൂടുന്നില്ല, എവിടെയെങ്കിലും കറങ്ങാൻ പോയിട്ട് കുറേ വ്ളോഗൊക്കെ എടുക്കുക. ഇവന് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ട്രാവല്, ഫുഡ്. ഇവിടെ നോമ്പ് തുറന്ന് 5 ഒഴികെ ബാക്കിയെല്ലാം ഇവൻ തിന്നു. ഞാനൊക്കെ മാറി നിൽക്കലാടേ ഇവൻ പോകുന്ന വഴിക്കൂടെ പേടിച്ചിട്ടാ, അല്ലാണ്ട് വേറൊന്നും ഉണ്ടായില്ല.
ഇവന് നോമ്പ് തുറന്ന കിട്ടുന്ന സാധനം ചെരുപ്പാണെങ്കിൽ ഇവന് കടിച്ചു വെക്കൂ, അത് തിന്നാനുള്ള പലഹാരമാണോ എന്നറിയാൻ. അപ്പം അങ്ങനെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, ട്രാവലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ വണ്ടി ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യണം എന്ന് പറഞ്ഞത്. ഞങ്ങൾക്കൊന്ന് വെക്കേഷനല്ലേ വരുന്നത്, പക്ഷെ 10ാം ക്ലാസ് അടുത്തല്ലോ, എന്നാലും അതിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവും. ഇനി അറിയപ്പെടുന്നത് ട്രാവൽ എന്നൊക്കെയാണ് അറിയപ്പെടാന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ വണ്ടി എടുത്ത് ഞങ്ങൾക്ക് ഉണ്ടാക്കുക കയ്യിലെങ്കിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് നടന്നാൽ മതിയല്ലോ. നമുക്കൊരു ധൈര്യത്തിന് ഒരാളായല്ലോ. എനിക്കറിഞ്ഞൂടെ പേടിതൊണ്ടനാണ് എന്നുള്ളത്. എന്ത് വന്നാലും മുമ്പിൽ ഓരോടും, രണ്ടാമതേ ഞാൻ ഓടേണ്ടി വരുള്ളൂ എന്നുള്ളത് എനിക്കല്ലേ അറിയുള്ളൂ. പക്ഷേ പുറമക്കാർക്ക് അതറിയില്ല. നിങ്ങൾക്കും മനസ്സിലായില്ലല്ലോ, ധൈര്യമില്ലാത്തവനാണ്. അല്ല, ഭയങ്കര ധൈര്യശാലിയാ. എൻ്റെ മുമ്പിൽ 10 ആള് വന്നുണ്ടാക്കൂ, അവനോട് 10 ആളും അവിടെ കിടക്കൂ. അവന് ഓട്ട മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയോനാ. അപ്പോൾ ഓരോടല്ലോ ഉറപ്പല്ലേ. അപ്പം അങ്ങനെയാണ് നിങ്ങളൊക്കെ കാത്തിരുന്നത്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, മക്കളെ ഒന്ന് കാണിക്കോ, മക്കളെ ഒന്ന് കാണിക്കോ എന്ന്. അതിലൊരു മുതൽ തോ കിടക്കുന്ന കിണുവാവ മുട്ടു. അപ്പം ഒരു മുതലിതാ, ഒരു മുതലിനെ ഞങ്ങൾ കാണിക്കൂല. അത് സ്കൂളിൽ പോയിക്ക് എന്തെങ്കിലും ചെറിയ എടി നിന്നെക്കുറിച്ചൊരു വീഡിയോ ഉണ്ടല്ലോ, അതിൻ്റെ താഴെ കമന്റ് കണ്ടീനോ, അതേ ഉള്ളൂ. നമ്മൾ കൊണ്ടുവരൂല. അപ്പൊ നിങ്ങൾക്ക് വേണ്ട തെറി വിളിച്ചോളി. തിരിച്ചാർക്കെങ്കിലും കിട്ടിയാൽ കമ്പനി ഉത്തരവാദിയല്ല. കമ്പനിയിൽ നിന്ന് ഇത് വിട്ടുപോയ സാധനമാണ്. ഇതിന് എന്ത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നോ, എന്ത് കരുത് വിളിക്കുന്നോ, കമ്പനി ഉത്തരവാദിയല്ല. അപ്പം അതും കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്. അപ്പം ഇവിടെ തൊട്ട് നമ്മുടെ പുതിയ ആളുണ്ട്. അപ്പം ഇനി ഇവനും ഉണ്ടാവും എൻ്റെ യാത്രയിൽ. ഇനി ഞങ്ങളുടെ കൊച്ചു 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 വിശേഷങ്ങളും ഞങ്ങളെ കൊച്ചു കൊച്ചു തമാശകളും ഇവിടെ നമ്മൾ ഒരു വ്ളോഗർ എന്ന സംഭവത്തിൽ നമുക്ക് പലതും നമുക്കിങ്ങനെ നമുക്ക് കാണിക്കാൻ പറ്റും. നമ്മൾ അന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളൊരു വ്ളോഗിലൂടെ കാണിക്കുക. പക്ഷെ എനിക്ക് പലതിനൊരു പരിമിതികളുണ്ടായിരുന്നു, ഇവരാരും സ്ക്രീനിലേക്ക് വരാത്തതുകൊണ്ട്. ഇനി ആ പരിമിതികളൊക്കെ ഒഴിച്ച് മാറ്റി ഞങ്ങൾ ഇന്ന് തൊട്ടിട്ട് ആക്റ്റീവായിട്ട് നിങ്ങളുടെ ഓരോരോ ആൾക്കാരുടെയും മുമ്പിലുണ്ടാവും. നല്ലത് പറയണമെന്ന് ഒരിക്കലും ആഗ്രഹപ്പെടുന്നില്ല, പക്ഷേ എന്നെക്കുറിച്ച് പറഞ്ഞോളൂ. ഇവനെക്കുറിച്ച് മോശം പറയരുത്. ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ചെറിയ മോനാണ്. അമ്മമാർക്ക് എന്നും കുഞ്ഞുങ്ങൾ ചെറുത് തന്നെയാണ്. ഇനിയിപ്പം 19 വയസ്സായി, കല്യാണം കഴിച്ചു. 50 വയസ്സിലേക്ക് കല്യാണം കഴിക്കുക അല്ല 10 കല്യാണമൊക്കെ കഴിച്ച് 50 വയസ്സായി എന്ന് വെക്കുക. അപ്പോൾ ഇവനെനിക്ക് കുഞ്ഞാട്ടോ. അപ്പോൾ മക്കളാ ദേവി ഇത് പറയരുത് എന്ന് എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞോളൂ. തേടി വിളിക്കുക, തോന്നിയാന്ന് വിളിക്കുക, എന്താ അച്ഛാ ചെയ്തോളൂ. കുഞ്ഞുങ്ങളെ വെറുതെ വിടണം എന്ന് ചെറിയൊരു റിക്വസ്റ്റാണ്. അപ്പോൾ പരിചയപ്പെടുത്തുന്ന വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ പിയാ. അപ്പം ഇനി അങ്ങോട്ട് ഞങ്ങളെ ഒരുമിച്ച് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ടെൻഷൻ ഉണ്ടോ? എന്നാ പിന്നെ ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ചാടി വീണൂടെ. സെക്കൻഡ് വ്ളോഗിലൊന്ന് ആക്റ്റീവായി. ഫസ്റ്റ് ഒരു ചമ്മലുണ്ടാവില്ല, അതെങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. ജസ്ന സലീമിൻ്റെ മോൻ ഇങ്ങോട്ട് എൻട്രി കൊടുത്ത ഇൻസ്റ്റാഗ്രാം പോലും ഞാനിവനെ ഫോളോ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. എൻ്റെ കുട്ടിയാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഫോളോ ചെയ്തൊന്ന് കൊളാവൊക്കെ ഇട്ട് ഫോളോവേഴ്സിനെ ഒന്ന് കൂട്ടണം. അതാണ് വേണ്ടത്. അതാണ് മേലെ ഇവന് ലക്ഷ്യം, അതാണ് ബിഗിലേ. അപ്പം കുറെ ചേച്ചിമാരുണ്ടല്ലോ എൻ്റെ മക്കളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചേ. ദേ കണ്ടോളൂ. അപ്പം അങ്ങനെയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരോടുള്ള ഫസ്റ്റ് വ്ളോഗാണ്. ഇനി അവിടുന്ന് അങ്ങോട്ടൊക്കെ നിങ്ങൾക്കൊക്കെ ഞങ്ങൾ രണ്ടുപേരെയും കാണാം. അതിനായിട്ട് ഇനി ഞങ്ങളുടെ വ്ളോഗൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരോടും ബൈ പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ജസ്ന സലീം ലൻഷാൻ. ബൈ പറഞ്ഞിട്ട് ജസ്ന സലീമും ലൻഷാനും. ഓക്കെ.
ടാറ്റാ. ക്യാമറയിൽ പോയി ഓഫ് ആക്കണ. ക്യാമറ വേക്കിൽ വെച്ചതാട്ടോ ഞങ്ങള്. ടാറ്റാ.